അങ്ങനെ അകത്ത് തന്നെ ആ ജീവി ഉള്ളതായി കാണുകയാണ്. ക്ലെയിം അപ്പം തന്നെ അതിനെ കൊല്ലാൻ പറയാണ്. എൻസി പറയുന്നു അതിനെ ജസ്റ്റ് മയക്കിയാൽ മതിയെന്നും അതിനെ കൂടുതലായി നമുക്ക് പഠിക്കാനെടുക്കുന്നു. അവരതിനെ മയക്കിയിട്ട് പഠിക്കാൻ തുടങ്ങുവാണ്. അതൊരു ഫീമെയിൽ ആണെന്നും അതിൻ്റെ വളർച്ച അതിവേഗമാണെന്നും മനസ്സിലാവുകയാണ്. എൻസി അതിനെ വളർത്താൻ തീരുമാനിക്കുവാണ്. എന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് തുപ്പിക്കളയാണ്. അവരെ കയ്യിൽ നിന്നും ഇറങ്ങി ഓടുവാണ്. അപ്പോഴെന്തോ കാനി താഴെ വീണപ്പോൾ അത് കഴിക്കുന്ന കണ്ടിട്ട് അവർക്ക് മനസ്സിലാവുകയാണ് അതിന് സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ എൻസി ആ ഭക്ഷണത്തിന് കുറച്ച് സ്വീറ്റ്സും കൂടി ആഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് അത് നല്ല രസമായിട്ട് തോന്നുവാണ്. അങ്ങനെ അവർ അതിന് ട്രെയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഓരോ കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുവാണ്. അങ്ങനെ അവർ അതിന് 10 എന്ന് പേരിടുവാണ്. അങ്ങനെ ഒരു ദിവസം ക്ലെയിമിൻ്റെ അടിയിൽ ലാബിൽ വരികയും ടാനെ കാണുകയും ചെയ്യുകയാണ്. ബാക്കിയുള്ളവർ അതിനെ കാണാതിരിക്കാൻ വേണ്ടി അവർ വേറെ സ്ഥലത്തേക്ക് അവരെ മാറ്റുവാണ്. അങ്ങനെ ആരുമില്ലാത്ത ഒഴിഞ്ഞ ഭാഗത്ത് അവരെ ടെന്നിനെ മാറ്റുന്നു. അവളാണെങ്കിൽ ക്ലെയിമത്തെ പിടിക്കാതെ ഛർദ്ദിക്കുകയും മറ്റു രോഗങ്ങൾ വരികയും ചെയ്യുകയാണ്.